ഗൾഫ് വാർത്തകളിലേക്ക് വിശദമായി. UAE-യിൽ വിസ, എൻട്രി പെർമിറ്റുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട 15 സേവനങ്ങൾ കൂടി നിലവിൽ വന്നു. സ്മാർട്ട് ചാനലുകൾ വഴി ഇവ സാധ്യമാകുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അറിയിച്ചു. ടൂറിസം, ചികിത്സ, രോഗിയുടെ സഹയാത്രികൻ എന്നിവയ്ക്കായി ഗ്രൂപ്പ് ഫാമിലി വിസ അനുവദിക്കും. 60 ദിവസത്തെയും 180 ദിവസത്തെയും കാലാവധിയുള്ള സിംഗിൾ, മൾട്ടിപ്പിൾ എൻട്രികളാണ് അനുവദിക്കുക. പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിനും പുതുക്കുന്നതിനും മാറ്റിസ്ഥാപിക്കുന്നതിനുമുള്ള അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ വിരലടയാളം ആവശ്യമില്ല. 90 ദിവസത്തെ വിസയുള്ളവർക്ക് ഒരു തവണ 30 ദിവസത്തേക്ക് വിസ നീട്ടാൻ അനുവദിക്കുകയും അതിന്റെ സാധുത 6 മാസത്തിൽ കൂടുതലാണെങ്കിൽ റെസിഡൻസി വിസ പുതുക്കൽ നിരോധിക്കുകയും ചെയ്യും. GCC പൗരന്മാരുടെ അക്കൗണ്ടുകളിൽ വിസ വിവരങ്ങൾ റദ്ദാക്കുന്നതിനും ഭേദഗതി ചെയ്യുന്നതിനുമുള്ള സേവനങ്ങൾ നൽകും. എമിറേറ്റ്സ് ID ഇല്ലാതെ ഇത് സാധ്യമാകും. ബന്ധുവിന്റെയോ സുഹൃത്തിന്റെയോ സന്ദർശന വിസ നീട്ടാനുള്ള അനുമതിയുമുണ്ട്. 30, 60, 90 ദിവസത്തേക്ക് ഒറ്റത്തവണയോ മൾട്ടിപ്പിൾ എൻട്രി എന്ന രീതിയിലോ എടുത്ത വിസകൾക്ക് ഇത് ബാധകമാണ്. സ്മാർട്ട് സേവന സംവിധാനത്തിൽ അതോറിറ്റി സ്വീകരിച്ച മാറ്റങ്ങൾ ഫെബ്രുവരി 1 നിലവിൽ വന്നതായി ICP ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സുഹൈൽ സയ്യിദ് അൽ ഖൈലി പറഞ്ഞു. പൗരന്മാരും താമസക്കാരും സന്ദർശകരും ഉൾപ്പെടെ എല്ലാവർക്കും സേവനം പ്രയോജനപ്പെടുത്താമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് 18 UAE. ദീർഘകാല ബഹിരാകാശ ദൗത്യത്തിന് ഒരുങ്ങുന്ന UAE ബഹിരാകാശ സഞ്ചാരി സുൽത്താൻ അൽ നയാദി അവസാനവട്ട പരിശീലനവും പൂർത്തിയാക്കി. ട്വിറ്ററിലൂടെ നയാദി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ന്യൂട്രൽ ബുവൻസി ലബോറട്ടറിയിലാണ് പരിശീലനം നടത്തിയത്. ഫെബ്രുവരി 26 6 മാസം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിനായി സുൽത്താൻ അൽ നയാദി ISS-ലേക്ക് പോവുക. നാസയുടെ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് സുൽത്താനെയും വഹിച്ച് SpaceX ഫാൽക്കൺ 9 റോക്കറ്റ് ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് കുതിക്കുക. സ്റ്റീഫൻ ബോവൻ, വാറൻ ഹൊബാർക്ക്, ആൻഡ്രി ഫെഡിയവ് എന്നിവരാണ് സഹസഞ്ചാരികൾ. ബഹിരാകാശത്ത് 6 മാസം തങ്ങി ഗവേഷണ പരീക്ഷണങ്ങൾ നടത്തി സുപ്രധാന ശാസ്ത്ര സത്യങ്ങളോടെയായിരിക്കും നയാദിയുടെ മടക്കം. 250 ഗവേഷണ പരീക്ഷണങ്ങളാണ് ഇക്കാലയളവിൽ നടത്തുക. UAE ആസ്ട്രോനെറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള ആഴമേറിയ പരീക്ഷണങ്ങളും ഇതിൽ ഉൾപ്പെടും. 20ഓളം പരീക്ഷണങ്ങളാണ് UAE-യിലെ വിവിധ സർവകലാശാലകൾക്കായി നയാദി നടത്തുക. ബഹിരാകാശ പര്യവേഷണത്തിനായി രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കുകയാണ് UAE ആസ്ട്രോനെറ്റ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സ്വദേശി ബഹിരാകാശ യാത്രികരുടെ കഴിവുകൾ വികസിപ്പിച്ച് അവരെ രാജ്യാന്തര ബഹിരാകാശ കേന്ദ്രത്തിൽ പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കും വിധം പരിശീലിപ്പിക്കേണ്ട ചുമതല തിരിച്ചെത്തുന്ന സുൽത്താൻ അൽ നയാദിക്കായിരിക്കും. ബഹിരാകാശ നിലയത്തിൽ ഫ്ലൈറ്റ് എഞ്ചിനീയറായും സുൽത്താൻ അൽ നയാദി സേവനമനുഷ്ഠിക്കും. 2019 നടന്ന ആദ്യ ദൗത്യത്തിൽ ഹസ അൽ മൻസൂരി 8 ദിവസം ബഹിരാകാശ കേന്ദ്രത്തിൽ ചെലവഴിച്ച് വിജയകരമായി തിരിച്ചെത്തിയിരുന്നു. ന്യൂസ് 18 UAE. RSS ജമാഅത്തെ ഇസ്ലാമി ചർച്ചയിൽ വിമർശനവുമായി മുസ്ലിം സംഘടനകൾ. ജമാഅത്തെ ഇസ്ലാമിയുടേത് സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന നടപടിയാണ് എന്ന് സമസ്ത നേതൃത്വം ആരോപിച്ചു. മതേതര മൂല്യങ്ങളെ ദുർബലമാക്കുന്നതാണ് ചർച്ചയെന്ന് മുസ്ലിം ലീഗും കുറ്റപ്പെടുത്തുന്നു. ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് RSS ആയതുകൊണ്ട് ചർച്ച അനിവാര്യമാണെന്നായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ദേശീയ സെക്രട്ടറി ജനറൽ T ആരിഫ് അലിയുടെ വിശദീകരണം. എന്നാൽ ഈ വാദത്തെ ശക്തമായി എതിർക്കുകയാണ് മറ്റു മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗും. മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് RSS-ഉമായി ചർച്ച നടത്താനാവില്ലെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം പറയുന്നു. ഇപ്പോ BJP ആയിട്ടും RSS-ആയിട്ടും ഒരു ചർച്ചയ്ക്കൊരു സാഹചര്യം ഇപ്പോൾ ഇന്ത്യ രാജ്യത്തില്ല. കാരണം എല്ലാ മതേതര കക്ഷികളും കൂടി യോജിച്ച് അവരോട് ഫൈറ്റ് ചെയ്യുക. ആ ഫൈറ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മതേതര വിശ്വാസ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്നവർക്ക് RSS-ഉമായി ഒരു സന്ധി സംഭാഷണമോ അല്ലെങ്കിൽ ഒരു മീഡിയേഷൻ ചർച്ചയോ ചെയ്യുന്നത് അങ്ങേയറ്റം അപകടകരമാണ്. ജമാഅത്തെ ഇസ്ലാമി സമുദായ വഞ്ചനയാണ് കാണിച്ചതെന്ന് സമസ്ത കുറ്റപ്പെടുത്തുന്നു. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന അമുസ്ലിം സഹോദരങ്ങൾ വരെ വിശ്വസിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളിൽപ്പെട്ട പല നേതാക്കളും RSS-നെ തള്ളിപ്പറയുന്ന സാഹചര്യത്തിൽ അവരോട് ചർച്ചയ്ക്ക് പോയി അവരെ നേരെയാക്കാൻ കഴിയുമെന്ന മൗഢ്യധാരണ നമുക്ക് ആർക്കുമില്ല. അതുകൊണ്ട് തന്നെ വളരെ അപ്രസക്തമായ ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമായി എനിക്ക് പറയാനുള്ളത്. RSS-ഉമായി ചർച്ച നടത്തിയതിലൂടെ ജമാഅത്തെ ഇസ്ലാമി സമുദായത്തെ ഒറ്റുകൊടുത്തു. RSS-നെ എതിർക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഇരട്ടത്താപ്പാണ് വെളിവായതെന്ന് KT ജലീൽ MLA. RSS-നോടുള്ള ഭയമാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ ചർച്ചയിലേക്ക് എത്തിച്ചത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് RSS ഇന്ത്യയിൽ ഭരിക്കുന്ന പാർട്ടിയല്ല. ഭരിക്കുന്ന പാർട്ടി BJP-യാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ടോ ആഭ്യന്തരമന്ത്രിയുമായിട്ടോ ആയിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ സംസാരിച്ചിരുന്നത് എങ്കിൽ
അതിലൊരു ന്യായമുണ്ടായിരുന്നു. സമുദായ സംഘടനകളും രാഷ്ട്രീയ നേതാക്കളും രൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോഴും ചർച്ചയെക്കുറിച്ച് വിശദീകരിക്കാനോ പ്രതികരണത്തിനോ ജമാഅത്തെ ഇസ്ലാമി തയ്യാറായിട്ടില്ല. ന്യൂസ് 18 കോഴിക്കോട്. ഇഡിക്കെതിരെ തോമസ് ഐസക്. കിഫ്ബി കേസിൽ ഇഡിക്ക് അടിതെറ്റുകയാണ് എന്ന് മുൻ ധനമന്ത്രി കൂടിയായ തോമസ് ഐസക് പറഞ്ഞു. RBIയുടെ NOC നേടിയാണ് മസാല ബോണ്ട് ഇറക്കിയത് എന്ന് വ്യക്തമാക്കി. പണത്തിന്റെ വിനിയോഗം സംബന്ധിച്ച കണക്ക് കൃത്യമായി നൽകുന്നുണ്ട് എന്ന് RBI വ്യക്തമാക്കി. ഇവിടെ ആരും കുനിഞ്ഞു തരില്ലെന്ന് ED മനസ്സിലാക്കട്ടെ എന്നും തോമസ് ഐസക്. RBI സത്യവാങ്മൂലം നൽകിയതിന് പിന്നാലെയാണ് ഫേസ്ബുക്കിൽ തോമസ് ഐസക്കിന്റെ പ്രതികരണം. ലൈഫ് മിഷൻ ഇടപാടിൽ അറസ്റ്റിലായ M. ശിവശങ്കറെ കുടുക്കാൻ പുതിയ നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ശിവശങ്കറിന്റെ മൊഴികളിലെ പൊരുത്തക്കേട് തുറന്നുകാട്ടുന്നതിനായി ശിവശങ്കറിന്റെ സുഹൃത്തും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ P. വേണുഗോപാലിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തു. M. ശിവശങ്കർ ചോദ്യം ചെയ്യലിനോട് നിസ്സഹകരണം തുടരുന്ന സാഹചര്യത്തിലാണ് EDയുടെ പുതിയ നീക്കം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ സ്വപ്ന സുരേഷിന്റെ ബാങ്ക് ലോക്കറിൽ നിന്ന് 1 കോടി രൂപ കണ്ടെത്തിയിരുന്നു. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ലഭിച്ച കമ്മീഷൻ പണമാണിതെന്നും താനും ശിവശങ്കറും സംയുക്തമായി തുറന്ന ലോക്കറിലാണ് പണം സൂക്ഷിച്ചതെന്നും സ്വപ്ന മൊഴി നൽകിയിരുന്നു. സ്വപ്നയുമായി ചേർന്ന് ജോയിന്റ് അക്കൗണ്ട് തുറന്നത് ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും സ്വപ്ന പണവുമായി വീട്ടിലെത്തിയപ്പോൾ ശിവശങ്കർ ഒപ്പമുണ്ടായിരുന്നുവെന്നും വേണുഗോപാലും മൊഴി നൽകിയിരുന്നു. എന്നാൽ ഈ മൊഴികൾ ശിവശങ്കർ നിഷേധിച്ചു. വേണുഗോപാലിനെ സ്വപ്നയ്ക്ക് പരിചയപ്പെടുത്തുക മാത്രമാണ് താൻ ചെയ്തതെന്ന് ശിവശങ്കർ ആവർത്തിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വേണുഗോപാലിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ലൈഫ് ഇടപാടിലെ കോഴപ്പണത്തിന്റെ ഒരു വിഹിതം ശിവശങ്കറിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് ED നിഗമനം. അഴിമതിയിൽ മറ്റ് പങ്കാളികളുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നു. സ്വപ്ന സുരേഷും ശിവശങ്കറും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകൾ ED ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. സ്പേസ് പാർക്കിലെ സ്വപ്നയുടെ നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞിരുന്നുവെന്നാണ് ചാറ്റുകളിൽ വ്യക്തമാകുന്നത്. താഴ്ന്ന തസ്തികയിലുള്ള ജോലിയാണെങ്കിലും ഇരട്ടി ശമ്പളം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതായി ചാറ്റിലുണ്ട്. എന്നാൽ ജോലി നഷ്ടപ്പെട്ടിരുന്ന സ്വപ്നയെ ആശ്വസിപ്പിക്കാനാണ് താൻ ശ്രമിച്ചതെന്നാണ് ഇക്കാര്യത്തിൽ ശിവശങ്കറിന്റെ വിശദീകരണം. ലൈഫ് മിഷൻ കോഴയുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റിലായ ശിവശങ്കറിന് 5 ദിവസത്തെ കസ്റ്റഡിയാണ് EDക്ക് കോടതി അനുവദിച്ചിരിക്കുന്നത്. ന്യൂസ് 18 കൊച്ചി. ലൈഫ് മിഷൻ ഫ്ളാറ്റ് വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് 2.5 വർഷം ആകുമ്പോഴും കേസിൽ ഒരു പുരോഗതിയും ഇല്ല. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് പദ്ധതിയിൽ കമ്മീഷൻ ഇടപാട് നടന്നുവെന്ന് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയതോടെയാണ് മുൻ MLA അനിൽ അക്കരെ CBIക്ക് പരാതി നൽകിയത്. CBI പ്രാഥമിക അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇടപാടിലൂടെ ശിവശങ്കറിന് 1 കോടി രൂപ കോഴയായി ലഭിച്ചതായാണ് ED കുറ്റപത്രത്തിൽ പറയുന്നത്. അനിലക്കരയുടെ പരാതി കിട്ടിയ CBI 2020 സെപ്റ്റംബർ 17 മുതൽ ഇതേക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതോടെ സെക്രട്ടേറിയറ്റിൽ നിന്നും ലൈഫ് മിഷൻ ഓഫീസിൽ നിന്നും വിജിലൻസ് ഫയലുകൾ പിടിച്ചെടുത്തു. ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥരെയും കേസിലെ പ്രതികളെയും ചോദ്യം ചെയ്തു. കോഴയായി നൽകിയെന്ന് ആരോപണമുയർന്ന ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇതിനിടെ CBI അന്വേഷണത്തിനെതിരെ സർക്കാർ കോടതിയിൽ ഹർജി നൽകി. വിജിലൻസ് പൂജപ്പുര സ്പെഷ്യൽ യൂണിറ്റ് 1 കേസ് അന്വേഷിക്കുന്നത്. CBI കൊണ്ടുപോയ രേഖകളുടെ സർട്ടിഫൈഡ് കോപ്പികൾക്കായി എറണാകുളം CJM കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിന് ബലക്ഷയമില്ലെന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വിജിലൻസ് നേരത്തെ സർക്കാരിന് കൈമാറിയിരുന്നു. കെട്ടിട നിർമ്മാണത്തിൽ കൃത്രിമം കാണിച്ച് പണം തട്ടിയെന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് ബലം പരിശോധിക്കാൻ തീരുമാനിച്ചത്. UAE കോൺസുലേറ്റ് വഴി റെഡ് ക്രസന്റ് അനുവദിച്ച 18.5 കോടി രൂപയിൽ 14.5 കോടി രൂപ ചെലവാക്കിയാണ് 140 ഫ്ളാറ്റുകൾ നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയത്. ശേഷിക്കുന്ന തുക ഉപയോഗിച്ച് ആരോഗ്യ കേന്ദ്രം നിർമ്മിക്കുമെന്നായിരുന്നു കരാർ. 2019 ജൂലൈ 11 കരാർ ഒപ്പുവെച്ചത്. പദ്ധതിയുടെ പേരിൽ 4.48 കോടി രൂപ കമ്മീഷൻ നൽകിയെന്ന് കരാറുകാരനായ യൂണിടാക് MD സന്തോഷ് ഈപ്പൻ സമ്മതിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. വീണ്ടും മുന്നറിയിപ്പുമായി ആകാശ് തില്ലങ്കേരി. തനിക്കെതിരെ നിലപാടെടുക്കുന്ന DYFI നേതാവിനാണ് മുന്നറിയിപ്പ്. വിതച്ചതേ കൊയ്യൂ എന്ന് DYFI നേതാവ് രാഗിന്ദിനോട് ആകാശ് പറയുന്നു. ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ വഷളാക്കിയത് നിങ്ങളാണ്. ഒരൊറ്റ പ്രസ്താവന കൊണ്ട് ഞങ്ങളെ DYFI പ്രസ്ഥാനം ഒറ്റുകാരാക്കി. DYFIയുടെ സംഘടിതമായ സൈബർ ആക്രമണത്തെ ചെറുക്കും. KK ശൈലജയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗം രാഗിന്ദിന്റെ പേര് ഉന്നയിച്ചാണ് മുന്നറിയിപ്പ്. CPIM വട്ടപ്പറമ്പ് ബ്രാഞ്ച് സെക്രട്ടറിയാണ് രാഗിന്ദ്. ആകാശ് തില്ലങ്കേരി ഒളിവിൽ പോയെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ കൊലവിളി പോസ്റ്റുമായി
ആകാശ് തില്ലങ്കേരിയുടെ കൂട്ടാളി ജിജോ തില്ലങ്കേരി. ഡിവൈഎഫ്ഐ വനിതാ നേതാവിന്റെ പരാതിയിൽ ആകാശ് തില്ലങ്കേരിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു. ഷുഹൈബ് വധത്തിൽ സിപിഎമ്മിലെ നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന ആരോപണം ആവർത്തിച്ച് പ്രതിപക്ഷം സിബിഐ അന്വേഷണത്തിനുള്ള ആവശ്യം ശക്തമാക്കി. കണ്ണൂരിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള കൊലവിളികൾ തുടരുകയാണ് ആകാശ് തില്ലങ്കരിയുടെ കൂട്ടാളികൾ. കൊല്ലാൻ തോന്നിയാൽ പിന്നെ പിടിച്ച് ഉമ്മ വയ്ക്കുകയാണോ വേണ്ടത് എന്നാണ് ജിജോ തില്ലങ്കരിയുടെ ഫേസ്ബുക്ക് കമന്റ്. എടയന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിനെ കൊലപ്പെടുത്തുന്നതിനെ വിമർശിച്ചുള്ള കമന്റിന് മറുപടിയായാണ് പ്രതികരണം. അതിനിടെ ആകാശ് തില്ലങ്കരിക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി മുഴക്കുന്ന് പോലീസ് കേസെടുത്തു. ഡിവൈഎഫ്ഐ വനിതാ നേതാവിന്റെ പരാതിയിലാണ് കേസ്. നവസാമൂഹ്യ മാധ്യമങ്ങൾ വഴി യുവതിയെയും ഭർത്താവിനെയും അധിക്ഷേപിച്ചു എന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊട്ടേഷൻ ആഹ്വാനം നൽകിയ ശേഷം കൈവിട്ടെന്ന് സിപിഎം നേതൃത്വത്തിനെതിരെ ആരോപണവുമായി ആകാശ് തില്ലങ്കരി ഫേസ്ബുക്കിൽ കമന്റിട്ടിരുന്നു. ഷുഹൈബ് വധക്കേസിൽ സിബിഐ അന്വേഷണം സർക്കാർ എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ വ്യക്തമായി എന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. ആകാശ് തില്ലങ്കരിയുടെ വെളിപ്പെടുത്തൽ ഷുഹൈബ് കൊലപാതകത്തിൽ സിപിഎമ്മിന്റെ പങ്കാണ് വ്യക്തമാക്കുന്നത് എന്ന ആരോപണം പ്രതിപക്ഷം ശക്തമാക്കി. സിപിഎം നേരിട്ട് നടത്തിയ കൊലപാതകമാണ് ഷുഹൈബിന്റെ കൊലപാതകമെന്ന് അന്നും ഇന്നും എന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സിപിഎമ്മിന്റെ പ്രാദേശിക തല നേതൃത്വമാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് എല്ലാ ആളുകൾക്കും അറിയാം. സ്വർണ്ണക്കള്ളക്കടത്തിലെ പങ്ക്, കൊലപാതകത്തിലെ പങ്ക്, ഇതെല്ലാം ഒരാൾ തുറന്നു പറയുമ്പോൾ സിബിഐ അന്വേഷണത്തിന് അതിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന് സിബിഐ അന്വേഷണത്തെ ഉണ്ടാക്കുന്ന തടസ്സം ഗവൺമെന്റ് മാറ്റണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇപ്പം ആകാശ് തില്ലങ്കേരിയുടെ ആ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള കമന്റ് എന്ന് പറയുന്നത് സത്യത്തിൽ കൊലപാതകം മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. കൊട്ടേഷന് ആഹ്വാനം നൽകിയവർക്ക് പാർട്ടി സഹകരണ സ്ഥാപനങ്ങളിൽ ജോലിയും നടപ്പിലാക്കിയവർക്ക് പട്ടിണിയും എന്നായിരുന്നു ആകാശിന്റെ ഫേസ്ബുക്ക് കമന്റ്. ഡിവൈഎഫ്ഐ മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി സരീഷ് പൂമരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനുള്ള കമന്റിലായിരുന്നു ആകാശിന്റെ വെളിപ്പെടുത്തൽ. ഡിവൈഎഫ്ഐ നേതാവിന്റെ പരാതിയിലും ആകാശിനെതിരെ മട്ടന്നൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കണ്ണൂർ. KSRTC ശമ്പളം ഗഡുക്കളായി നൽകുമെന്ന അസാധാരണ ഉത്തരവിറക്കി CMD ബിജു പ്രഭാകർ. KSRTCയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കെയാണ് പുതിയ ഉത്തരവ്. ഗഡുക്കളായി ശമ്പളം വേണ്ടാത്തവർ 25-ന് മുമ്പ് അപേക്ഷ നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. KSRTCയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കെയാണ് CMD ബിജു പ്രഭാകരന്റെ പുതിയ ഉത്തരവ്. ജനുവരി മാസത്തെ ശമ്പള വിതരണം പൂർത്തിയായെങ്കിലും ഈ മാസത്തെ ശമ്പളത്തിനാണ് മാനേജ്മെന്റ് പുതിയ പദ്ധതികൾ പരീക്ഷിക്കുന്നത്. ഡിപ്പോകൾ ചെലവിനേക്കാൾ വരുമാനമുണ്ടാക്കിയാൽ മാത്രമേ പൂർണ്ണ ശമ്പളം 5-ാം തീയതിക്ക് മുമ്പ് നൽകാനാകൂ. ടാർഗറ്റ് എത്താത്ത ഡിപ്പോകളിൽ എല്ലാവർക്കും പൂർണ്ണ ശമ്പളം കിട്ടും. പക്ഷേ 5-ാം തീയതിക്ക് മുമ്പ് ലഭിക്കില്ലെന്നാണ് മാനേജ്മെന്റ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം. അതിനാലാണ് ശമ്പളം ഗഡുക്കളായി നൽകുമെന്ന അസാധാരണ ഉത്തരവിറക്കിയത്. KSRTCയുടെ അക്കൗണ്ടിലുള്ള പണവും ഓവർ ഡ്രാഫ്റ്റും എടുത്താണ് ആദ്യ ഗഡു നൽകുക. രണ്ടാമത്തെ ഗഡു സർക്കാർ സഹായം ലഭിക്കുന്ന മുറയ്ക്ക് നൽകാനാണ് KSRTCയുടെ തീരുമാനം. എന്നാൽ ഉത്തരവിനെതിരെ തൊഴിലാളി യൂണിയനുകൾ രംഗത്ത് വന്നു. ജോലി ചെയ്ത ശേഷം കൂലിക്കായി അപേക്ഷ നൽകണമെന്നത് വിചിത്രമാണെന്ന് യൂണിയനുകൾ പ്രതികരിച്ചു. അസാധാരണമെന്ന് മാത്രമല്ല, നിയമവിരുദ്ധമാണ് ആ ഉത്തരവ്. ജോലി എടുത്താൽ മാത്രം പോരാ, കൂലിക്ക് അപേക്ഷ കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു തമ്പുരാന്റെ മുമ്പിൽ പോയി. ഒരു ഘട്ടത്തിലും നമുക്കൊന്നും അംഗീകരിക്കാൻ പറ്റൂല. പിന്നെ ഇതൊക്കെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്ന് ആലോചിക്കുന്നത് മാത്രമേ ഉള്ളൂ ദുഃഖം. 5-ാം തീയതിക്ക് മുമ്പ് 50 കോടി കൈമാറുമെന്ന് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉറപ്പു നൽകിയ ധനവകുപ്പ് എല്ലാ മാസവും 10-ാം തീയതിക്ക് ശേഷമാണ് പണം കൈമാറുന്നത്. ഇതാണ് ശമ്പളം വൈകാൻ കാരണമെന്നും മാനേജ്മെന്റ് പറയുന്നു. നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. KSRTC MD ബിജു പ്രഭാകരനെതിരെ CITU രംഗത്ത്. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ മൗനം ദൗർഭാഗ്യകരവും ദുരൂഹവുമാണ്. KSRTC ജീവനക്കാരുടെ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റ് ഇറക്കിയ ഉട്ടോപ്യൻ ഉത്തരവ് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ് എന്നും വിമർശിച്ചു. വരും നാളുകളിൽ ബഹുജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനാണ് CITUവിന്റെ തീരുമാനം. കൊല്ലത്ത് ബിജു പ്രഭാകരനെതിരെ പോസ്റ്ററുകൾ പതിച്ച് KSRTE CITU കൊല്ലം ജില്ലാ കമ്മിറ്റി. പുതിയ ശമ്പള വിതരണ രീതിക്കെതിരെയാണ് പോസ്റ്ററുകൾ. ബസ്സുകൾക്ക് മുന്നിൽ ഉൾപ്പെടെ പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. KSRTC നടപ്പാക്കിയ മധ്യപ്രദേശ് മോഡൽ ഫലോ അവധി ആനുകൂല്യം നിർത്തലാക്കി. ജീവനക്കാർക്ക് 50% വേതനത്തോടെ 5 വർഷത്തേക്ക് അവധി നൽകുന്നതായിരുന്നു പദ്ധതി. 7000-ലധികം അധിക ജീവനക്കാരുള്ള KSRTCയിൽ 3000 പേരെങ്കിലും അവധിയിൽ പോകും എന്നും അതുവഴി ശമ്പള ഇനത്തിൽ 6 കോടി രൂപ ലാഭിക്കാനാകും എന്നും മാനേജ്മെന്റ് കണക്കുകൂട്ടിയിരുന്നു. എന്നാൽ 150-ന് അടുത്ത് ജീവനക്കാർ മാത്രമാണ് ആനുകൂല്യം
നിർത്തലാക്കുന്ന ഉത്തരവിൽ മാനേജ്മെന്റ് സമ്മതിക്കുന്നുണ്ട്. അവധിയിൽ പോയവർ മെയ് 15-നകം സർവീസിൽ തിരിച്ചു കയറണം എന്നാണ് നിർദ്ദേശം. കോൺഗ്രസ് പ്രവർത്തക സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് വേണം എന്ന് ശശി തരൂർ MP. പാർട്ടിയുടെ ആരോഗ്യത്തിന് തെരഞ്ഞെടുപ്പ് അനിവാര്യമാണ്. പ്രവർത്തക സമിതിയിലേക്ക് മത്സരിക്കാൻ താനില്ല എന്നും മറ്റുള്ളവർ മുന്നോട്ട് വരട്ടെ എന്നും തരൂർ വ്യക്തമാക്കി. നമ്മളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു വർഷമേ കഷ്ടിച്ച് ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഈ തിരക്കിൽ നമ്മൾ ഇനി പാർട്ടിയുടെ അകത്ത് വിഷയങ്ങൾ ഉണ്ടാക്കുന്ന പകരം ഒറ്റക്കെട്ടായിട്ട് ഒന്നും മുന്നോട്ട് പോയാലേ നല്ലതെന്നൊരു ഒരു വിചാരമുണ്ടാവാം. മറ്റേതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ലെവലിലും പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പാർട്ടിക്ക് ഗുണമേ ചെയ്യുള്ളൂ. പാർട്ടിയുടെ അകത്ത് ചില സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് അധ്യക്ഷ സ്ഥാനവും വർക്കിംഗ് കമ്മിറ്റി സ്ഥാനവും ഒക്കെ മത്സരം ഉള്ളത് പാർട്ടി ഗുണമേ ചെയ്യുള്ളൂ. ഞാൻ മത്സരിച്ച ശേഷം സോണിയാഗാന്ധി എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മത്സരം പാർട്ടിക്ക് ശക്തിപ്പെടുത്തി, പാർട്ടിക്ക് ബലം തന്നു എന്നാണ് അവർ പറഞ്ഞത്. യു സ്ട്രെങ്തൻ ദ പാർട്ടി എന്നാണ് അവർ വാക്കുകൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മത്സരത്തിൽ ഒരു മോശം കാണുന്നില്ല. സാങ്കേതിക സർവകലാശാലയിലെ പുതിയ VC ആരെന്ന് നിർദ്ദേശിക്കേണ്ടത് സർക്കാരാണ് എന്ന് ഹൈക്കോടതി. സിസ തോമസിന്റേത് പ്രത്യേക സാഹചര്യത്തിൽ ചാൻസലർ നടത്തിയ താൽക്കാലിക നിയമനമാണ്. സർക്കാരിന് പുതിയ പാനൽ സമർപ്പിക്കാമെന്നും കോടതി വ്യക്തമാക്കി. സർക്കാർ 3 പേരുടെ പട്ടിക ഗവർണർക്ക് നൽകണം. UGC ചട്ടപ്രകാരം ഈ പട്ടികയിൽ നിന്നും പുതിയ VCയെ തെരഞ്ഞെടുക്കാം. സർക്കാരിന്റെ ശുപാർശ പാലിച്ചു മാത്രമേ VCമാരുടെ നിയമനം സാധ്യമാകൂ എന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഗവർണർ നടത്തിയ താൽക്കാലിക നിയമനത്തിൽ ഇടപെടുന്നില്ല. എന്നാൽ സിസ തോമസിന് 6 മാസം പോലും തുടരാനാവില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. സാങ്കേതിക സർവകലാശാല നിയമനത്തിലെ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത സിൻഡിക്കേറ്റ് വിധി നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. കടലാസ് സംഘടനകളുടെയും തിരശ്ശീലിന് പിന്നിൽ കളിക്കുന്നവരുടെയും നീക്കങ്ങൾക്ക് കിട്ടിയ പ്രഹരമാണ് ഇത് എന്നും സിൻഡിക്കേറ്റ് വ്യക്തമാക്കി. കായിക വാർത്തകൾ. കേരള ബ്ലാസ്റ്റേഴ്സ് ISLന്റെ പ്ലേ ഓഫിൽ കടന്നു. ചെന്നൈയിൽ FC ഗോവയെ തോൽപ്പിച്ചതോടെയാണ് 2 മത്സരങ്ങൾ ബാക്കി നിൽക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ എത്തിയത്. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു ചെന്നൈയിനിന്റെ ജയം. ശനിയാഴ്ച കൊൽക്കത്തയിൽ ATK മോഹൻ ബഗാനെതിരെയാണ് കേരളത്തിന്റെ അടുത്ത മത്സരം. മുംബൈ സിറ്റിയും ഹൈദരാബാദ് FCയും നേരത്തെ യോഗ്യത സ്വന്തമാക്കിയിരുന്നു. സെൽഫിക്ക് പോസ്റ്റ് ചെയ്യാത്തതിന്റെ പേരിൽ ഇന്ത്യൻ ബാറ്റർ പൃഥ്വി ഷായ്ക്ക് നേരെ അതിക്രമം. മുംബൈയിലെ ആഡംബര ഹോട്ടലിൽ ഉണ്ടായ വാക്കുതർക്കത്തിന് ശേഷം കാറിൽ പിന്തുടർന്ന അക്രമി സംഘം പൃഥ്വിയും സുഹൃത്തുക്കളും സഞ്ചരിച്ച കാറിന്റെ ചില്ല് അടിച്ചു തകർത്തു. 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സെൽഫി എടുക്കണമെന്ന ആവശ്യവുമായിട്ടാണ് ശോഭിത് താക്കൂർ, സ്വപ്ന ഗിൽ എന്നിവർ മുംബൈയിലെ ആഡംബര ഹോട്ടലിൽ പൃഥ്വി ഷായെ സമീപിച്ചത്. കൂടുതൽ സെൽഫികൾ വേണമെന്നാവശ്യപ്പെട്ട് യുവാവും യുവതിയും തർക്കിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമാവുന്നത്. ഹോട്ടലിലെ സുരക്ഷാ ജീവനക്കാരോട് പൃഥ്വി ഷാ പരാതി അറിയിച്ചതോടെ 2 പേരെയും പുറത്താക്കി. എന്നാൽ പൃഥ്വിയും സുഹൃത്തുക്കളും പുറത്തു വരുന്നതുവരെ ഇവർ കാത്തുനിന്നു. ബേസ്ബോൾ ബാറ്റ് കയ്യിലുണ്ടായിരുന്ന സംഘം കാറിൽ പിന്തുടർന്നു. ട്രാഫിക് സിഗ്നലിൽ വെച്ച് പൃഥ്വി സഞ്ചരിച്ച കാറിന്റെ ചില്ല് അവർ അടിച്ചു തകർത്തു. 50,000 രൂപ നൽകണമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പോലീസ് പറയുന്നു. സംഘത്തിലെ 8 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ഹോട്ടലിൽ വെച്ച് വനിതയോട് പൃഥ്വി മോശമായി പെരുമാറിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് അക്രമി സംഘത്തിന്റെ വാദം. പൃഥ്വി ഷായും സുഹൃത്തുക്കളും ഈ ആരോപണം നിഷേധിച്ചു. ന്യൂസ് ഡെസ്ക്, News 18. ഗൾഫ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.